ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മത്തായി സുവിശേഷം 24:35. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ ഒലുമല പ്രഭാഷണമാണ് 24-ാം അധ്യായത്തിലുള്ളത്. ദൈവാലയത്തിൻ്റെ നാശവും അന്ത്യകാല ലക്ഷണങ്ങളും വ്യക്തമായി പ്രസ്താവിക്കുമ്പോൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവേൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിനെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് ലോകത്തുള്ള മറ്റെന്ത് കാര്യങ്ങളും മാറ്റത്തിന് വിധേയമാണ്, എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ എന്നേക്കും നിലനിൽക്കും. ദൈവവചനത്തിൻ്റെ ആധികാരികതയാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ ലോകത്തിലെ ഏതു കാര്യത്തിനും മീതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കണം. ദൈവവചനം പഠിച്ച് നാം മനഃപ്പാഠമാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്നേക്കും നിലനിൽക്കുന്ന ഒന്നിൽ കേന്ദ്രീകരിക്കുന്നു. ഭൂമിയിൽ നാം ഉണ്ടാക്കുന്ന സ്വത്തും പദവികളും എല്ലാം ഒരിക്കലില്ലാതെയാകും, അത് നശ്വരമാണ്. എന്നാൽ അനശ്വരമായ യേശുക്രിസ്തുവിൻ്റെ വചനം മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിച്ച് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ കഴിയണം. നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളും മാറ്റമില്ലാത്ത ദൈവവചനാടിസ്ഥാനത്തിലായിരിക്കണം. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടവരരുത്. ലൗകിക കാര്യങ്ങളെക്കുറിച്ച് വ്യാപകമായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ കാലയളവിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അന്ത്യകാലത്ത് പേടിപ്പെടുത്തുന്ന അനേകം പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നും ലൂക്കോസ് സുവിശേഷം 21:33 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്നെഴുതിയിരിക്കുന്നു. അതെ, മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിക്കാം. മാറാനാഥ. God bless us all.